ഹായ് ഓൾ, വെൽക്കം ടു ക്ലാസ്മേറ്റ്സ് മലയാളം. 2024 നമ്മുടെ ചില ക്ലാസ്സുകളിലെ സിലബസ് CRT പരിഷ്കരിക്കുകയുണ്ടായി. അപ്പോൾ അതനുസരിച്ചുള്ള പുതുക്കിയ സിലബസിൻ്റെ 9ാം ക്ലാസ്സിലെ സിലബസ് അനുസരിച്ചുള്ള വീഡിയോ സീരീസാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. 3ാമത്തെ പാഠം ആണ് നമ്മൾ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി 2 ചാപ്റ്റേഴ്സ് സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പഴയ ചാപ്റ്റേഴ്സ്, അതായത് ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു പാരലി ഒരു ഹെൽപ്ഫുള്ളായിട്ട് പോകാൻ വേണ്ടിയിട്ട് 3ാമത്തെ ചാപ്റ്റർ മുതലാണ് വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സെക്ഷൻ സമാന്തര വരകൾ അഥവാ പാരലൈൻസ് എന്നാണ്, പാരലൽ ലൈൻസ് അതാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. സോ അതിൽ നമുക്ക് ഫസ്റ്റ് സെക്ഷനായ സമഭാഗം ഈക്വൽ ഡിവിഷൻ മുതൽ നമ്മൾ അതിൻ്റെ തിയറി ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ പാരലൽ ലൈൻസ് സമാന്തര വരകൾ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഇതാണ്, ചിത്രമാണ് ഈ കാണുന്നത്. പാരലൽ ലൈൻസ് സമാന്തര വരകൾ. എന്താണ് സമാന്തര വരകൾ? നമുക്കറിയാം, ഒരേ അകലത്തിൽ കടന്നു പോകുന്ന വരകളെയാണ് ആ സമാന്തര വരകൾ എന്ന് പറയുക. അവ തമ്മിലുള്ള അകലം എന്തായിരിക്കും? ഏത് സ്ഥലത്ത് നോക്കിയാലും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? ഏത് പോയിന്റിൽ വെച്ച് നോക്കിയാലും ഈക്വൽ ആയിരിക്കും. അതായത് നമ്മൾ ഡിസ്റ്റൻസ്, അകലം നോക്കുന്നത് എപ്പോഴും വരകൾ തമ്മിലാണെങ്കിൽ ലംബ ദൂരമാണ് നമ്മൾ നോക്കുക. ലംബ ദൂരമാണ് നമ്മൾ അവ തമ്മിലുള്ള അകലം എന്ന് പറയുക. ഓക്കെ, അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ 2 വരകൾ തമ്മിൽ ഇവിടുത്തെ അകലം തന്നെയാണ് ഇവിടെ എങ്കിൽ അത് തന്നെ ആയിരിക്കും ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ അകലങ്ങളൊക്കെ തുല്യമാണെങ്കിൽ, ഈ അകലങ്ങൾ തുല്യമാണെങ്കിൽ എന്താണ്? ഈ അകലമല്ല, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ അകലങ്ങൾ തുല്യമാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? പാരലൽ ലൈൻസ് എന്ന് പറയാം. അതായത് ഈ 2 വരകൾ തമ്മിൽ ഇവിടുത്തെ അകലം എന്തായിരിക്കണം? തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ അകലം എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. അങ്ങനെ ചരിച്ചൊരു അകലം നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യില്ല. ഇതൊരു സ്ലാൻഡ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഒരു സെർട്ടൈൻ ആംഗിളിലുള്ള ഡിസ്റ്റൻസ് ആണ്, ഒരു കോണിലുള്ളൊരു ദൂരമാണ്. നമ്മളെപ്പോഴും ദൂരം, ഉയരം ഇതൊക്കെ അളക്കുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, മട്ടമായിട്ടാണ്, ലംബമായിട്ടാണ് അളക്കുക. സോ ഇതെപ്പോഴും ആലോചിക്കുക. അടുത്ത വേറൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പാരലൽ ലൈൻസിൽ ഇപ്പോൾ ഇതൊരു വര AB എന്ന് പറയുന്നൊരു ലൈൻ ഉണ്ട് നമുക്ക്. അത് കഴിഞ്ഞ് നമ്മൾ CD എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും പാരലൽ ആയിക്കോട്ടെ. ഓക്കെ, ഈ 2 ലൈൻസും പാരലാണ്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്റർ ആണെന്ന് അസ്യൂം ചെയ്യും. അടുത്ത മൂന്നാമതൊരു ലൈൻ ഉണ്ട്. മൂന്നാമതൊരു ലൈൻ നമുക്കറിയാം, അതെ, ഇങ്ങനൊരു ലൈൻ CD അല്ലേ, ഇത് CD EF. ഓക്കെ, EFും CDയും തമ്മിലുള്ള അകലം 4 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോളൂ. ഇത് പാരലാണ്. EFും CDയും പാരലാണെങ്കിലും എന്തായിരിക്കും? ABയും EFും എന്തായിരിക്കും? പാരലായിരിക്കും. ഓക്കെ, ABയും CDയും പാരലാണ്. CD EFന് പാരലാണെങ്കിൽ ABയും EFും എന്തായിരിക്കും? പാരലായിരിക്കും. അപ്പോൾ ഈ 3 വരകളും, AB എന്ന് പറയുന്ന വരെയും CD എന്ന് പറയുന്ന വരെയും EF എന്ന് പറയുന്ന വരെയും എന്തായിരിക്കും? പാരലൽ, സമാന്തരമായിരിക്കും. സമാന്തരമാകാൻ അകലങ്ങൾ ഈ 2 വരകൾ തമ്മിലുള്ള അകലം തുല്യമായിരിക്കണം. ഈ 2 വരകൾ തമ്മിലുള്ള അകലം തുല്യമായിരിക്കണം. അല്ലാതെ ABയും CDയും തമ്മിലുള്ള അകലം 2 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഈ CDയും EFും തമ്മിലുള്ള അകലം 2 സെൻറ്റിമീറ്റർ ആയിരിക്കണം എന്ന നിർബന്ധമൊന്നും ഇല്ല. ഇവിടെ നമ്മൾ ഈ ചിത്രം നോക്കുന്ന ഒരു സംശയം വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവ തുല്യ അകലത്തിലുള്ള പാരലൽ ലൈൻസ്, സമാന്തര വരകളാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പാരലൽ ലൈൻസ് തന്നിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് ഒരിക്കലും അവ തമ്മിലുള്ള, ഈ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ല. ഇവിടെ 2 സെൻറ്റിമീറ്റർ ആയാൽ ഇവ തമ്മിലുള്ള അകലം 4 സെൻറ്റിമീറ്റർ ആവാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം പാരലൽ ലൈൻസ് ആണ്. ഈ 2 ലൈൻസ്, പാരലൽ ലൈൻസ് എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 2 വരകൾ മാത്രമേ എടുക്കുകയുള്ളൂ. ആ 2 വരകൾ തമ്മിലുള്ള അകലം തുല്യമാണെങ്കിൽ എന്തായിരിക്കും? അവയെ നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയും കേട്ടോ. സോ നമ്മൾ ഇങ്ങനത്തെ സമാന്തര വരകളെ കുറിച്ച് മുമ്പ് ഒരുപാട് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പഴയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ചിത്രം നോക്കിയാൽ തന്നെ അറിയാം എന്താണ്. ഇവിടെ കുറേ സമാന്തര വരകൾ, ഇവിടെ എല്ലാം തുല്യ അകലത്തുള്ള സമാന്തര വരകളാണ് തന്നിട്ടുള്ളത് കേട്ടോ. പാരലൽ ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ ഒരേ അകലം ഇടവിട്ടാണ് എന്ത് ചെയ്യുന്നത്? വരച്ചിട്ടുള്ളത്. ഒരേ അകലം ഇടവിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഇവ ഒരേ അകലം ഇടവിട്ട് വരച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള അകലം എന്തായിരിക്കും? ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ
ഇവിടെ എന്തായിരിക്കും 2 സെന്റിമീറ്റർ ആയിരിക്കും. ഞാൻ പറഞ്ഞു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതുകൊണ്ടാണ് അവരിവിടെ ലംബം ആക്കി വരച്ചിരിക്കുന്നത് കേട്ടോ, ലംബം ആക്കി വരച്ചിരുന്നത്. അപ്പോൾ ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 2 ആയിരിക്കും, ഇത് 2 ആയിരിക്കും, ഇവിടെ 2 ആയിരിക്കും, ഇവിടെയും 2 സെന്റിമീറ്റർ ഇതായിരിക്കും കേട്ടോ, എല്ലാം 2 സെന്റിമീറ്റർ. 3 ആണെങ്കിൽ 3. സോ ഇവിടെ എക്സ് ആണെങ്കിൽ, ഇവിടെ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഡിസ്റ്റൻസ് എക്സ് ആയിരിക്കും. അതാണ് തുല്യ അകലത്തിലുള്ള സമാന്തര വരകൾ എന്ന് പറയുക. സമാന്തര വരകൾ എന്ന് പറഞ്ഞാൽ എല്ലാ അന്തരം എന്തായിരിക്കും തുല്യമായിരിക്കും, ഡിസ്റ്റൻസ് ഓൾവേസ് ഈക്വൽ ആയിരിക്കും. സോ ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള സമാന്തര വരകൾ പാരലൽ ലൈൻസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. മൾട്ടിപ്പിൾ പാരലൽ ലൈൻസ് ഉണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ശരി, ഇത് നമ്മളിവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പറയാൻ എന്താണ്, ഈ ലൈൻസ് ഈക്വി ഡിസ്റ്റൻസ് ആണ്, അതായത് തുല്യ അകലത്തിലുള്ള പാരലൽ ലൈൻസ് ആണ്, ഈക്വി ഡിസ്റ്റൻസ് ആയിട്ടുള്ള പാരലൽ ലൈൻസ്, സമാന്തര വരകളാണ് വരിക. അതുകൊണ്ട് തന്നെ ഈ ലംബം നോക്കിയാൽ ഈ ലംബത്തിന്റെ ഈ സെക്ഷൻ ഇത് ഇവിടെ 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇതെല്ലാം 2 സെന്റിമീറ്റർ വീതമായിരിക്കും. ഇനി നമ്മൾ ചരിച്ചൊരു വര വരച്ചാലോ, ഈ ലംബത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു ലംബമായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, പക്ഷെ ചരിച്ച് ഒരു ഡിസ്റ്റൻസ് എടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു, ചരിച്ചിട്ട് ഒരു ഡിസ്റ്റൻസ് എടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ചരിഞ്ഞൊരു വര കൊടുത്തിട്ടുണ്ട്. ഈ ലംബത്തിന്റെ അളവ് നമുക്കറിയാം, ഇതെല്ലാം എന്തായിരിക്കും തുല്യമായിരിക്കും, ഈ ഗ്യാപ്പിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. പക്ഷേ ഈ ചരിഞ്ഞു പോകുന്ന വരയുടേതോ അത് ഈക്വൽ ആയിരിക്കും? അതാണ് ഇവിടുത്തെ ചോദ്യം. നമുക്കിവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു ലൈൻ ഇതുപോലെ വരച്ചിട്ട് എന്ത് ചെയ്യാം, അളന്ന് നോക്കാം. എങ്ങനെ അളക്കും? സ്കെയിൽ വെച്ച് അളക്കരുത്, ഇതുപോലെ പാരലൽ ലൈൻസ്, ഈക്വൽ ഡിസ്റ്റൻസിലെ പാരലൽ ലൈൻസ് ഒക്കെ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം. 2 സെന്റിമീറ്റർ നീളം, ഇവിടെ 2 സെന്റിമീറ്റർ ഗ്യാപ്പ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പാരലൽ ലൈൻസ് വരച്ചതിന് ശേഷം ഒരു വര ഇങ്ങനെ വരയ്ക്കുക, ചരിച്ച് വരച്ചിട്ട് നിങ്ങൾക്ക് ഡിവൈഡർ എടുത്തിട്ട് ഡിവൈഡർ എടുത്തിട്ട് നമ്മൾ ഈ 2 പോയിന്റിലെ ഡിസ്റ്റൻസ് നോക്കുക. ഓക്കെ, ഡിവൈഡർ എടുത്തിട്ട് ഈ 2 പോയിന്റിലെ ഡിസ്റ്റൻസ് മെഷർ ചെയ്തതിനു ശേഷം അടുത്ത് അതേ മെഷർമെന്റ് ഇവിടെ വെച്ച് നോക്കുക, അതേ അളവാണോ വരുന്നതെന്ന് നോക്കുക. ഡിവൈഡറിന്റെ ആ ഗ്യാപ്പ് കൂട്ടരുത്, ആ ഗ്യാപ്പ് തന്നെയാണോ സെയിം ആണെന്ന് നോക്കുക, അത് തന്നെയാണോ ഇവിടെ നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഈക്വൽ ആണ്, അതേ ഗ്യാപ്പ് തന്നെയാണ് ഇവിടെ കറക്റ്റായിട്ട് ഫിക്സ് ആവുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയാം, ഒരേ അകലത്തിലാണെന്ന് പറയാം. അത് നമ്മൾ ഡിവൈഡറൊക്കെ യൂസ് ചെയ്യണം. ഡിവൈഡറിന് യൂസ് ചെയ്യാതെ നമ്മൾ എങ്ങനെ പറയും, മാത്തമാറ്റിക്കലി ഡിവൈഡർ ഇൻസ്ട്രുമെന്റ്സ് ഒന്ന് യൂസ് ചെയ്യാതെ നമ്മൾ എങ്ങനെ പറയും എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ഓക്കെ, സോ നമ്മൾ ഇതിനെന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ ഈ കാണുമ്പോൾ നമുക്ക് എളുപ്പത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഓരോ മട്ടത്രികോണമാക്കി മാറ്റും. നമുക്കറിയാം ഇവിടെ 90 ഡിഗ്രി ആണെന്ന് അറിയാം, അതുകൊണ്ട് ഇതിനെന്താകും, നമ്മൾ ഓരോ മട്ടത്രികോണങ്ങൾ നമ്മളിവിടെ ഫോം ചെയ്യുകയാണ് കേട്ടോ, ഓരോ മട്ടത്രികോണങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു. ഇതുണ്ടോ, ഇതുപോലെ ആദ്യം ഒരു മട്ടത്രികോണം ഉണ്ടാക്കി, രണ്ടാമത്തെ മട്ടത്രികോണം ഉണ്ടാക്കി. സോ നമ്മളിവിടെ ഓരോ മട്ടത്രികോണങ്ങൾ കാണുന്നുണ്ട് അല്ലേ, ഡിഫറെൻറ്റ് ഓരോരോ മട്ടത്രികോണങ്ങൾ ഈക്വൽ ആണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നോക്കാം. ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് 8ാം ക്ലാസ്സിൽ ഈക്വൽ ട്രയാങ്കിൾസ് പഠിച്ച പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് പറയാം, ഈ ചരിവ് ഈ ഡിസ്റ്റൻസ് എന്താണ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നോക്കിയാൽ ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഇത് എക്സ് ആണെങ്കിൽ ഈ അകലം എന്തായിരിക്കും, എക്സ് ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ മുമ്പ് പാരലൽ ലൈൻസിൻ്റെ പഠിച്ചിട്ടുള്ളതാണ്, എന്താണ് ഈ ആംഗിൾ എന്തായിരിക്കും, പാരലൽ ലൈൻസിനെ ക്രോസ് ചെയ്ത് പോകുന്ന ലൈൻ ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും, ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ ഈ ആംഗിൾ ഓക്കെ, ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളിന് എന്തായിരിക്കും, തുല്യമായിരിക്കും അല്ലേ, ഈ കോണിന് തുല്യമായിരിക്കും, അത് നമുക്കറിയാം. അപ്പോൾ ഇത് നോക്കിയാൽ ഈ കോണിന് തുല്യമാണ്. ഈ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന കോൺ എന്താണ്, അത് 90 ഡിഗ്രിയാണ്. അടുത്ത ഈ വശം എന്താണ്, എക്സ് എന്ന് പറയുന്ന വശം പൊതുവായിട്ടുള്ളൊരു വശമാണ്. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിച്ച തുല്യ ത്രികോണങ്ങളുടെ രീതി അനുസരിച്ച് 2 ത്രികോണങ്ങൾ തമ്മിൽ എന്താണ്, ഒരു വശവും അറ്റത്തുള്ള കോണുകൾ എന്തായിരിക്കും, മറ്റൊരു ത്രികോണത്തിൻ്റെ ഒരു വശത്തിനും അറ്റത്തുള്ള കോണുകൾക്കും തുല്യമായാൽ ആ ത്രികോണങ്ങൾ എന്തായിരിക്കും, ആ ത്രികോണങ്ങൾ തുല്യമായിരിക്കും അല്ലേ. വൺ സൈഡ് ആൻഡ് ആംഗിൾ അറ്റ് ഇറ്റ്സ് എൻഡ് ഈസ് ഈക്വൽ ടു അതർ വൺ സൈഡ് ഓഫ് അതർ ട്രയാങ്കിൾ ആൻഡ് ആംഗിൾ അറ്റ് ഇറ്റ്സ് എൻഡ് ആണെങ്കിൽ എന്തായിരിക്കും, ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് നോക്കുവാണെങ്കിൽ എന്താണ്, ഈ 2 ത്രികോണങ്ങൾ എന്തായിരിക്കും, തുല്യമാണ്. ഈ 2 ചെറിയ മട്ട ത്രികോണം നമ്മൾ കാണുന്നില്ലേ, അത് 2 ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഒരു പ്രോപ്പർട്ടി വെച്ച് നമുക്കറിയാം, sides opposed to equal angles are equal. In equal triangles, സ്പെസിഫിക്കലി പറയുകയാണ്, ഇൻ ഈക്വൽ ട്രയാങ്കിൾസ്, സിമിലർ ട്രയാങ്കിൾ ആകുമ്പോൾ ഇത് ഡിഫറൻ്റ് ആണ്. ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് സൈഡ്സ് ഓപ്പോസ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. തുല്യ ത്രികോണങ്ങളിൽ
തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് എന്ത് പറയാം, ഇവിടെ 90 ഡിഗ്രിക്കെതിരെ വരുന്ന ഈ വര കണ്ടോ, ഇത്രയും അകലം എന്ത് തുല്യമായിരിക്കും, ഇവിടത്തെയും 90 ഡിഗ്രിക്ക് വരുന്ന ഈ അകലത്തിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പച്ച വര എന്തായിരിക്കും, പച്ച വര ഓരോ പാരലൽ ലൈൻസിലും മുറിച്ചു പോകുന്ന ഈ പച്ച വരയുടെ നീളം എന്തായിരിക്കും, ഈ നീളം എന്തായിരിക്കും, തുല്യമായിരിക്കും. ഈ നീളം തന്നെയായിരിക്കും ഇവിടെയും. ഓക്കെ, ഇവിടെ y ആണെങ്കിൽ ഇവിടെയും y ആയിരിക്കും, ഇതും y ആയിരിക്കും. ഓക്കെ, ആ പച്ച വരയുടെ നീളം എന്തായിരിക്കും, തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, പൊതുവായിട്ട് പറയുവാണെങ്കിൽ ഈ ഒരേ അകലം ഇടവിട്ടുള്ള ഈ സമാന്തര വരകളുണ്ടല്ലോ, അത് ഏത് വര എന്തായിരിക്കും, തുല്യമായിട്ട് തുല്യ നീളമുള്ള വരകളായിട്ട് ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യും, മാറ്റുമെന്ന് നമുക്ക് ഈ കോൺസെപ്റ്റിലൂടെ പറയാം. ഇതുപോലെ തന്നെ വേറൊരു വര ഇങ്ങനെ വരച്ചാൽ അതേ കാര്യം തന്നെയാണ് വരിക. ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതിന് പകരം എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു മട്ടത്രികോണം ഉണ്ടാക്കാം അല്ലേ. അതുപോലെ ഇവിടെ എന്ത് ചെയ്യാം, മട്ടത്രികോണം ഉണ്ടാക്കാം, ഇങ്ങനെ ഒരു മട്ടത്രികോണം ഉണ്ടാക്കാം. ഈ രണ്ട് മട്ടത്രികോണം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വര എന്തായിരിക്കും, ഇത് Z ആണെങ്കിൽ ഇതും എന്തായിരിക്കും, Z ആയിരിക്കും, ഇവിടെ Z ആയിരിക്കും. അങ്ങനെ ഈക്വൽ ആയിട്ടായിരിക്കും മുറിക്കുക. അപ്പോൾ ഇതിനൊരു പൊതു തത്വമായിട്ട് നമുക്ക് പറയുവാണെങ്കിൽ ഇങ്ങനെ പറയാം, ഒരേ അകലം ഇടവിട്ടുള്ള സമാന്തര വരകൾ മറ്റേത് വരകളെയും മുറിക്കുന്നത് ഒരേ നീളമുള്ള ഭാഗങ്ങളായിട്ടാണ്. അതായത് പാരലൽ ലൈൻസ് ദ സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട് കട്ട് എനി അതർ ലൈൻസ് ഇൻടു ഈക്വൽ പീസസ്. ഒരേ അകലം ഇടവിട്ടുള്ള സമാന്തര വരകൾ, ഈക്വൽ ഡിസ്റ്റന്റ് ആയിട്ടുള്ള പാരലൽ ലൈൻസ് എന്ത് ചെയ്യും, ഇറ്റ് വിൽ കട്ട് എനി അതർ ലൈൻസ് ഇൻടു ഈക്വൽ പീസസ്. മറ്റേതൊരു വരയും എന്ത് ചെയ്യും, അവയെ മുറിച്ച് കിടക്കുന്ന മറ്റേതൊരു വരയും തുല്യ നീളമുള്ള ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യും, മുറിക്കും. ഓക്കെ, ഇതാണ് ഇതിലെ ഫസ്റ്റ് കോൺസെപ്റ്റ് വരുന്നത്. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇനി കുറേ സമാന്തര വരകൾക്ക്, ഇത് നമ്മൾ പറഞ്ഞ ഇത് നമുക്ക് തിരിച്ചൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. കുറേ സമാന്തര വരകൾക്ക് ഒരേ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്ന ഒരു ലൈൻ വരച്ചെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ ഈ സമാന്തര വരകൾ തമ്മിലുള്ള അകലം നമുക്കറിയില്ല, നമുക്ക് ഇവ തമ്മിലുള്ള അകലം അറിയില്ല, എന്താണെന്ന് നമുക്കറിയില്ല. ഇവ തമ്മിലുള്ള അകലം നമുക്ക് എന്താണെന്ന് അറിയില്ല, ഇത് തമ്മിലുള്ളത് നമുക്ക് ഒന്നും അറിയില്ല കേട്ടോ. തിരിച്ച് നമ്മൾ പറയണം ഈ കോൺസെപ്റ്റിന്. പക്ഷേ നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ഇത്. അതായത് ഇത് x ആണെങ്കിൽ ഇത് x ആയിരിക്കും, ഇത് എന്തായിരിക്കും, x ആയിരിക്കും, ഇത് x ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ലൈൻസ്, ഈ പാരലൽ ലൈൻസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണെന്ന് പറയാൻ പറ്റും. സോ കുറേ പാരലൽ ലൈൻസ് തന്നിട്ടുണ്ട്, അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു പാരലൽ ലൈൻസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ രണ്ട് വര വരച്ചാൽ ഇവിടെ ഇവ തമ്മിലുള്ള അകലം 2 സെന്റിമീറ്റർ ആണെങ്കിൽ അടുത്ത് വേറൊരു വര ഞാൻ വരയ്ക്കുന്നു, ഇത് തമ്മിലുള്ള അകലം 3 സെന്റിമീറ്റർ ആണെങ്കിലും ഇതെല്ലാം എന്താണ്, ഇത് മൂന്നും പാരലൽ ലൈൻസ് ആയിട്ട് മാറും, അതായത് ഇവിടെയും 2 സെന്റിമീറ്റർ ആയിരിക്കണം, ഇവിടെ 3 സെന്റിമീറ്റർ ആയിരിക്കണം. അങ്ങനെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവ തമ്മിലുള്ള ഓരോ പെയർ തമ്മിലുള്ള അകലം ഈക്വൽ ആയിരിക്കണം എന്നേ ഉള്ളൂ കേട്ടോ. സോ ഇവിടെ നോക്കൂ, ഇവിടെ 2 സെന്റിമീറ്റർ, ഇവിടെ 3 സെന്റിമീറ്റർ, പക്ഷേ ഇതെല്ലാം എന്താണ്, പാരലൽ ലൈൻസ് ആണ്, സമാന്തര രേഖകളാണ്. ഇവ തമ്മിലുള്ള അകലം വ്യത്യാസമാണെങ്കിലും ഇവയെല്ലാം എന്താണ്, സമാന്തര രേഖകളാണ്. അതുപോലെ ഇവിടെ കുറച്ച് സമാന്തര രേഖകൾ പാരലൽ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇവ തമ്മിലുള്ള അകലം പക്ഷെ നമുക്കറിയില്ല കേട്ടോ, പകരം നമ്മൾ എന്ത് പറയുന്നു, അതിനെ മുറിച്ച് കിടക്കുന്ന ഏതോ ഒരു രീതിയിൽ മുറിച്ച് കിടക്കുന്ന വര എന്ത് ചെയ്യുന്നു, ഈ വരകൾ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബ്ലൂ ലൈനിനെ ഈ റെഡ് ലൈൻസ് ആണ് പാരലൽ, ചുവന്ന വരകളാണ് എന്ത്, സമാന്തര വരകൾ. അതെന്ത് ചെയ്യുന്നു, ഈ നീല വരയെ തുല്യമായിട്ട് ഭാഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇവയുടെ അകലം എന്തായിരിക്കും, ഈ പാരലൽ ലൈൻസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, ഇക്വി ഡിസ്റ്റൻസ് ആയിരിക്കും ഈ പാരലൽ ലൈൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഇതിൽ മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതേ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക്, അതായത് ഈ ഡിസ്റ്റൻസ് ഇത് x ആണ്, ഇത് ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവ തമ്മിലുള്ള അകലം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇത് y ആണെങ്കിൽ ഇത് y ആയിരിക്കും, അത് ഓക്കെ. അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന കോൺസെപ്റ്റ്. ഏതെങ്കിലും വരയെ ഒരേ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്ന സമാന്തര വരകൾ ഒരേ അകലത്തിലാണ്. ഓക്കെ, ഒരേ നീളമുള്ള ഭാഗങ്ങളായി ഏതെങ്കിലും വരയെ, അത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആവണമെന്ന് നിർബന്ധമില്ല. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്റ്റൻസ് എന്നുള്ള കോൺസെപ്റ്റിൽ എടുക്കുക. 2 ലൈൻസ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ
അങ്ങനെ പെർപെൻഡിക്കുലർ അല്ലാത്ത ഏതെങ്കിലും വരയെ ഒരേ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്ന സമാന്തര വരകൾ ഒരേ അകലത്തിലാണ്. ഓക്കെ, പാരലൽ ലൈൻസ് വിച്ച് കട്ട് സം ലൈൻസ് ഇൻടു ഈക്വൽ പീസസ് ആർ ഈക്വൽ ഡിസ്റ്റൻസ് അപ്പാർട്ട്. Okay, parallel lines which cut some lines into equal pieces. Okay, if a parallel line if a group of collection of parallel lines cuts some line into equal pieces, then they are equal distance apart. Okay, so ഇതാണ് നെക്സ്റ്റ് കോൺസെപ്റ്റ് വരുന്നത്. ഇനി നമുക്ക് ഈ രണ്ട് കോൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്തിട്ട് എന്ത് പറയാം, ഇനി വേറൊരു കാര്യം കൂടെ എടുക്കാം. മറ്റൊരു കൂട്ടം പാരലൽ ലൈൻസ് നമുക്ക് വരുന്നെങ്കിലോ. ഓക്കെ, ഇനി വേറൊരു ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ഉണ്ട്. ഓക്കെ, ഒരു സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ഉണ്ട്. ഇനി നമ്മൾ വേറൊരു വരെ ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് മുറിക്കുന്നു വെച്ചു. ഓക്കെ, നമ്മളിപ്പോൾ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഇതിപ്പോൾ പെർപെൻഡിക്കുലർ അല്ലാത്തല്ലേ. നേരത്തെ പറഞ്ഞ കേസ് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുക. ഇവിടെ എന്താണ്, ഒരു സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ഏതെങ്കിലും ഒരു വരയെ ഈക്വൽ ആയിട്ട് മുറിച്ചാൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ഓഫ് പാരലൽ ലൈൻസ്, ഒരു സെറ്റ് ഓഫ് സമാന്തര വരകളുണ്ട്. അവ ഒരു ലൈനിന് എന്ത് ചെയ്യുന്നു, ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് മുറിക്കുന്നു. അതായത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും, എക്സ് 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 ആയിരിക്കും. ഓക്കെ, ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ അതേപോലെ മറ്റേതെങ്കിലും ഒരു വര വരച്ചാൽ, പെർപെൻഡിക്കുലർ ആവണം നിർബന്ധമൊന്നുമില്ല, അതേപോലെ ചരിഞ്ഞ് വരുന്നതോ ഒരു ആംഗിളിൽ വരുന്നതായിട്ടുള്ള മറ്റേതെങ്കിലും വര വരച്ച് കഴിഞ്ഞാൽ ആ വരെയും ഇത് തുല്യമായിട്ട് മുറിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ചോദ്യം അതാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്താണ്, അതെ, തുല്യമായിട്ട് എന്ത് ചെയ്യും, തുല്യമായിട്ട് ഒരേ നീളമുള്ള ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യും, മുറിക്കും കേട്ടോ. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഈ ഡിസ്റ്റൻസ് y ആണെങ്കിൽ ഇത് എന്തായിരിക്കും, ഇത് y ആയിരിക്കും, ഇതും y ആയിരിക്കും, y ആയിരിക്കും, ഇത് y ആയിരിക്കും. അതായത് വളരെ സിമ്പിളാണ്. ഗ്രൂപ്പ് ഓഫ് പാരലൽ ലൈൻസ്, തുല്യ അകലത്തിലുള്ള ഇക്വി ഡിസ്റ്റൻസ് ആയിട്ടുള്ള പാരലൽ ലൈൻസ് ഏത് ലൈനിനെയും ഈക്വൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. തുല്യ അകലത്തിലുള്ള സമാന്തര വരകൾ മറ്റേത് വരെയും എന്ത് ചെയ്യും, അവയെ ക്രോസ് ചെയ്ത് അവയെ മുറിച്ച് കടന്നു പോകുന്ന മറ്റേത് വരെയും തുല്യ അകലത്തിലായിരിക്കും എന്ത് ചെയ്യുക, തുല്യ ഭാഗങ്ങളായിട്ട് മാറ്റും. അതാണ് സമഭാഗം ചെയ്യും കേട്ടോ. അപ്പോൾ തുല്യ അകലത്തിലുള്ള സമാന്തര വരകൾ മറ്റേതൊരു വരയെ എന്ത് ചെയ്യും, സമഭാഗം ചെയ്യും. സോ any set of parallel lines, any equidistant set of parallel lines will bisect or intersect any other lines into equal parts. Okay, അപ്പോൾ അതാണ് നമ്മളിവിടെ അടുത്ത് പറയുന്ന പോയിന്റ്. ഒരു വരയെ ഒരേ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്ന സമാന്തര വരകൾ ഏത് വരെയും മുറിക്കുന്നത് ഒരേ നീളമുള്ള ഭാഗങ്ങളായിട്ടാണ്. ഒരു വരയെ ഈക്വിഡിസ്റ്റൻസ് ആയിട്ട് മുറിച്ചാൽ, സമഭാഗം ചെയ്താൽ, അത് ഏത് വരെയും എനി ലൈനിനെ എന്ത് ചെയ്യും, ഈക്വിഡിസ്റ്റൻസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, മുറിക്കും. പാരലൽ ലൈൻസ് വിച്ച് കട്ട് വൺ ലൈൻ ഇൻറ്റു ഈക്വൽ പീസസ് കട്ട്സ് ഓൾ ലൈൻ ഇൻറ്റു ഈക്വൽ പീസസ്. അപ്പോൾ പാരലൽ ലൈൻസ് ഒരു വരയെ ഈക്വൽ ആയിട്ടാണ് മുറിക്കുന്നതെങ്കിൽ അതുപോലെ മറ്റേത് വര വരച്ചാലും അത് ഈക്വൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യും, മുറിക്കും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈക്വിഡിസ്റ്റൻസിൻ്റെ ഫസ്റ്റ് കോൺസെപ്റ്റ്. ഓക്കെ, സോ ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള വർക്ക്ഡ് ഔട്ട്, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ആ എക്സാമ്പിൾസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.